Hello students, +2 അക്കൗണ്ടൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് റിട്ടയർമെന്റ്. റിട്ടയർമെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാൽക്കുലേഷൻ ആണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേഷൻ. നമുക്കറിയാം അഡ്മിഷൻ സമയത്ത് സാക്രിഫൈസ് റേഷ്യോ ആയിരുന്നെങ്കിൽ റിട്ടയർമെന്റ് സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗെയിനിങ് റേഷ്യോ ആണ്. കാരണം റിട്ടയർ ചെയ്യുന്ന ആൾക്ക് നമ്മൾ അങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരുൺ, ആദിൽ ആൻഡ് ആന്റണി ആർ പാർട്ട്നേഴ്സ്. ഇതിൽ ആദിൽ എന്ന് പറയുന്ന ആൾ റിട്ടയർമെന്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായും നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കണം. ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഷെയർ ഓഫ് ഗുഡ്വിൽ ആണ്. ആ ഷെയർ ഓഫ് ഗുഡ്വിൽ നമ്മൾ അരുണും ആന്റണിയും കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഗെയിനിങ് റേഷ്യോ ആണല്ലേ. ആർക്കാണ് കൂടുതൽ ഗെയിൻ അയാൾ കൂടുതൽ കൊടുക്കുക, ആർക്കാണ് കുറഞ്ഞ ഗെയിന് അയാൾ കുറച്ച് കൊടുക്കുക അല്ലെ. അപ്പൊ ഈ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൃത്യമായിട്ട് ഫോർമുല ഉണ്ട്, എല്ലാവർക്കും അറിയാം. അത് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണല്ലേ. ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ്. ഇനി ഗെയിനിങ് റേഷ്യോ എക്സാമിനേഷൻ എങ്ങനെയാണ് ചോദിക്കുക? ഡയറക്റ്റ് കാൽക്കുലേഷൻ വരുമോ അല്ലെങ്കിൽ എസ്സേക്കകത്ത് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പം ഡിഫറെന്റ് കേസസ് നമ്മൾ പഠിച്ചു വെക്കണം. ഗെയിനിങ് റേഷ്യോ ജസ്റ്റ് ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ പോരാ. 4 കേസുകളുണ്ട്. ആ 4 കേസിലെ എക്സാമിനേഷൻ എങ്ങനെയാണ് ചോദിക്കുക എന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഹിയർ കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ ഡിഫറെന്റ് കേസസ് ആണ്. ഒന്നാമത്തത് റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് അൺചേഞ്ച്ഡ്. ഏറ്റവും ഈസി ആയ മെത്തേഡ് ആണ്. കാരണം ഈ മെത്തേഡിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ് റേഷ്യോ അൺചേഞ്ച്ഡ് ആണെങ്കിൽ ഗെയിനിങ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ വിൽ ബി ദ സെയിം. ഇത് മാത്രം പഠിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ A, B ആൻഡ് C ആർ പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ 3:2:1 ആണെന്ന് വിചാരിക്കുക. സി എന്ന് പറയുന്ന ആൾ റിട്ടയർമെന്റിലേക്ക് പോവുകയാണെങ്കിൽ അയാളുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ന്യൂ റേഷ്യോ അല്ലെ, ഒന്നും ചേഞ്ച് ആവുന്നില്ലെങ്കിൽ ന്യൂ റേഷ്യോ 3:2 ആണ്. സോ ഇവിടെ വീണ്ടും നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഗെയിൻ റേഷ്യോ വിൽ ബി ദ സെയിം. ഓക്കെ, അവിടെ കാൽക്കുലേഷന്റെ ആവശ്യമില്ല. നമുക്ക് SC ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ടിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഇത്തരത്തെ കേസ് വരികയാണെങ്കിൽ നിങ്ങൾ മൈനസ് ചെയ്ത് സമയം കളയരുത്. ന്യൂ റേഷ്യോ ഒന്നും ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്ത് സമയം കളയരുത്. സോ എന്താണോ ന്യൂ റേഷ്യോ അത് തന്നെയായിരിക്കും നമുക്ക് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി കേസ് നമ്പർ 2 ആണ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇവിടെയാണ് കാൽക്കുലേഷൻ വരുന്നത്. വെൻ ദ ന്യൂ റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് ഈസ് ഗിവൺ ബോത്ത് അല്ലെ, നമുക്ക് രണ്ടും തരാൻ പോവുകയാണ്. അപ്പൊ എക്സാമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. A, B and C are partners sharing profits in the ratio of 3:2:1. അപ്പൊ ABC പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/6 ആണ്. അതുപോലെ തന്നെ 2/6 ആണ്, 1/6 ആണ്. ആൻഡ് C ആണ് പുറത്തേക്ക് പോകുന്നത്. അയാളുടെ C റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും കൂടെ പുതിയ റേഷ്യോ ഉള്ളത് 7:5 ആണ്. സോ ന്യൂ റേഷ്യോ A and B is equal to 7:5. That means 7/12 and 5/12. ഈ രണ്ട് പ്രൊപ്പോർഷൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കമ്പൽസറി ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്തണം. ആർക്കൊക്കെ ഗെയിൻ ഉണ്ടാവുക? എക്ക് ഗെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ബിക്ക് ഗെയിൻ ഉണ്ടാവും അല്ലെ. എസ് ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? എയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 7/12 ആണ്. മൈനസ് എയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3/6 ആണ്. നമുക്ക് LCM 12 എടുക്കാം. അപ്പൊ 7/6 ആണ് വരിക. 1/12 വന്നു സാക്രിഫൈസിങ്. ഇനി ബിയുടെ നോക്കുകയാണെങ്കിൽ ന്യൂ റേഷ്യോ 5/12 ആണ്. 2/6 ആണ് ഓൾഡ് റേഷ്യോ വരുന്നത്. LCM 12 എടുക്കാം. 5 - 4 വരുന്നു. ദാറ്റ് ഈസ് ഓൾസോ 1/12 ആണ്. സോ ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1:1. ഈ കാൽക്കുലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എക്സാമിനേഷൻ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആണ് ഗെയിനിങ് റേഷ്യോ വരുന്നതെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി എസ്സേക്കകത്ത് വരുന്ന ചേഞ്ചസ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ മൂന്നാമത്തെ കേസും 4ാമത്തെ കേസിലേക്ക് വരുമ്പോൾ, മൂന്നാമത്തെ കേസ് വെൻ ദ കണ്ടിന്യൂ പാർട്ട്നേഴ്സ് അക്വയർ പർച്ചേസ് ദ റിട്ടയറിംഗ് പാർട്ണർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ. ഒരു എഗ്രീഡ് റേഷ്യോ മേ ബി ഈക്വൽ ആവാം, മറ്റേതൊരു എഗ്രീഡ് റേഷ്യോയിലാവാം. റിട്ടയർ ചെയ്യുന്ന പാർട്ണർ ഷെയർ ഇവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഇവർ എടുക്കുകയാണെങ്കിൽ, അക്വയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണോ അക്വയർ ചെയ്യുന്നത് അതാണ് അവരുടെ ഗെയിൻ. അപ്പൊ അവിടെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട. കേസ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ 1 പാർട്ണർ എൻറ്റയർ ഷെയർ എന്ത് ചെയ്യുന്നു? ഓൺലി 1 പാർട്ണർ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പാർട്ണർ എടുക്കുന്നു. അപ്പം ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട. ആരാണോ കംപ്ലീറ്റ് അക്വയർ അയാൾ കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പൊ അയാൾക്കാണ് ഗെയിൻ, അയാൾക്ക് മാത്രമാണ് ഗെയിൻ. അവിടെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കേണ്ട? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട. സോ ഗെയിനിങ് റേഷ്യോ ഈസ് എൻ ഇമ്പോർട്ടന്റ് പോർഷൻ ഫോർ യു. എക്സാമിനേഷൻ അടിപൊളിയായിട്ട് എഴുതി ഫുൾ മാർക്ക് വാങ്ങും.